തിരിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം. കഴിഞ്ഞ ആഴ്ചയിൽ ആ അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. 13-ാമത്തെ അധ്യായം എന്നുള്ളത് വളരെ ഏറ്റവും ലോകം ഉണ്ടായതിൽ തുടങ്ങി ഇതുവരെ കാണാത്തതാകുന്ന കഷ്ടം എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് വിശേഷിപ്പിച്ചിരിക്കുന്നതാകുന്ന ആ നാളുകളിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. 13-ാമത്തെ അധ്യായത്തിൽ സൈറ്റനിക് ട്രിനിറ്റി അല്ലെങ്കിൽ സാത്താന്യ തൃത്വം എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ആ 3 പേഴ്സണാലിറ്റികളെക്കുറിച്ച്, പിശാചിനെക്കുറിച്ചും എതിർ ക്രിസ്തുവിനെക്കുറിച്ചും കള്ളപ്രവാചകനെക്കുറിച്ചും, പിശാചിൻ്റെ ആത്യന്തികമാകുന്ന ലക്ഷ്യം തന്നെ എല്ലാവരും വണങ്ങുക, നമസ്കരിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പരാജയപ്പെടുത്തുക. എന്നാൽ താൽക്കാലികമായിട്ട് പിശാചിനെ വണങ്ങുന്ന ഒരു വലിയ ജനസമൂഹം ഉണ്ടാകും. എന്നാൽ അതേസമയം തന്നെ ജീവൻ കൊടുത്തും അതിന് എതിരായിട്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനം ആ സമയത്തുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. മൃഗത്തിൻ്റെ സംഖ്യയെക്കുറിച്ചും എന്ന് വേണ്ട അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ അല്പമായിട്ടൊക്കെ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതേ തുടർന്നുള്ളതാകുന്ന വിഷയങ്ങൾ എന്നുള്ളതിനേക്കാളും ആത്യന്തികമായിട്ടുള്ള ദൈവജനത്തിൻ്റെ ട്രയംഫ്, അവരുടെ വിജയം, ആ കാര്യത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പ്രാരംഭവാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. കാരണം 14-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. സ്തോത്രം. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമാകുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. സിയോൻ മല എന്നുള്ളതാകുന്ന പ്രയോഗം അക്ഷരീകമായിട്ടുള്ള യെരുശലേമിനെ പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ കുറിക്കുന്നുവെങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനെ ആത്മീകമാകുന്ന സ്വർഗീയ യെരുശലേമിനെ കുറിച്ചും ഉള്ളതാകുന്ന അർത്ഥം നമ്മൾ കാണുന്നു. വിശേഷിച്ച് എബ്രായ ലേഖനത്തിൽ നമ്മളത് കാണുന്നു. ആ 2 നിലയിലും നമുക്കത് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ മൃഗത്തെ നമസ്കരിക്കാതെയും മൃഗത്തിൻ്റെ മുദ്ര കൈമേലോ നെറ്റിമേലോ സ്വീകരിക്കാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ മഹോപദ്രവ കാലത്തെങ്കിലും കർത്താവിനോടുള്ളതാകുന്ന സ്നേഹത്തിലും ഭക്തിയിലും നിർമ്മലതയോടെ തങ്ങളെ തന്നെ കാത്തുകൊള്ളുന്ന ആ വിശുദ്ധന്മാർ, അവരെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കാണുന്നത്. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ നാരോ മീനിങ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് നാരോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി, ഓരോ ഗോത്രങ്ങളിൽ നിന്നും 12,000 പേരെ വീതം വേർതിരിച്ച് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുള്ളതാകുന്ന വേർതിരിക്കപ്പെട്ടവരാകുന്ന വിശുദ്ധന്മാരുടെ ഗണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു. അവരെ മുദ്രയിടുന്നതിനെക്കുറിച്ചൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയതാകുന്ന വിഷയം പിതാവിൻ്റെ നാമവും കർത്താവിൻ്റെ നാമവും നെറ്റിയിൽ എഴുതിയിരിക്കുന്ന 144,000 പേരെയും കണ്ടു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ നാമം അവരുടെ മേൽ എഴുതിയിരുന്നു. വേദപുസ്തകപ്രകാരം അതിൻ്റെ അർത്ഥം എന്തെന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നാമം എന്നതിനാൽ എന്താണ് വേദപുസ്തകം നൽകുന്ന അർത്ഥം? നാമം എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തോടും ഒരു വ്യക്തിയുടെ ആ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്ന, നമ്മുടെ ഇടയിൽ സാധാരണ ആളിനെ തിരിച്ചറിയാനായിട്ട് പേരുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ കണ്ടു. പഴയ നിയമത്തിൽ വിശേഷിച്ച് നമ്മളത് കാണുകയുണ്ടായി. പല പേരുകളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും വീണ്ടും ആവർത്തിപ്പാനായിട്ട് നമുക്ക് സമയമില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ നാമം അവരുടെ നെറ്റിമേൽ എഴുതിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനോട് അവർ അനുരൂപപ്പെട്ടിരുന്നു, കർത്താവിൻ്റെ സ്വഭാവത്തോട് അവരനുരൂപപ്പെട്ടു എന്ന് പറയുവാൻ നിശ്ചയമായിട്ടും കഴിയും. അതാണ്
ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വിശുദ്ധന്മാരെ കുറിച്ച് അങ്ങനെയുള്ളതാകുന്ന ഒരു വിശേഷണം നമ്മളവിടെ വായിക്കുന്നു. ദൈവം നമ്മളെക്കുറിച്ചും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാകുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ കാണുകയുണ്ടായി, നമ്മൾ കാണുന്നതായിരിക്കും. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ കേവലം സംഭവിപ്പാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ളതാകുന്ന ഒരു പട്ടികയല്ല നമ്മളുടെ ഈ പഠനത്തിൽ നമ്മൾ നിരത്തുന്നത്. നമ്മളുടെ പഠനം ആ കൺവെൻഷണൽ മെത്തേഡിൽ നിന്നും അല്പം വ്യത്യസ്തമാണെന്നുള്ളത് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. സ്തോത്രം. ഒരുപക്ഷെ ആ പ്രതീക്ഷയിൽ വെളിപ്പാട് പുസ്തകം, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, ആ പ്രതീക്ഷയിൽ വെളിപ്പാട് പുസ്തകം കേൾക്കാൻ വേണ്ടി വന്നവർക്ക് നിശ്ചയമായിട്ടും ഇതൊരു ഡിസപ്പോയിൻമെൻറ്റ് തന്നെ ആയിരിക്കും. എങ്കിലും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ആഗ്രഹിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ പഠനം പ്രയോജനപ്പെടുമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ഈ സിയോൻ മലയിൽ കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ ഏറ്റവും വലിയ സവിശേഷത ദൈവത്തിൻ്റെ നാമം അവരുടെ നെറ്റിമേൽ എഴുതിയിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തോടെ, കർത്താവിൻ്റെ സ്വഭാവത്തോടെ, കുഞ്ഞാടിൻ്റെ സ്വഭാവത്തോടെ ഈ ഭൂമിയിൽ അനുരൂപപ്പെട്ടവരായിരുന്നു അവർ. അവർക്കൊരു ഒരു 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 രഹസ്യമാകുന്ന ഒരു ജീവിതമില്ലായിരുന്നു. നമ്മൾ കണ്ടു, പിശാചിനെ സേവിക്കുന്നവർക്ക് അതിനുള്ള ഓപ്ഷനുണ്ട്. ഒന്നുകിൽ നെറ്റിയിൽ മേലെഴുതാം, അല്ലെങ്കിൽ കൈമേലോ എഴുതാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിനെ സേവിക്കണമെങ്കിൽ രഹസ്യമായിട്ട് വേണമെങ്കിലും സേവിക്കാം. എന്നാൽ കർത്താവിനെ സേവിപ്പാൻ, രഹസ്യമായിട്ട് സേവിപ്പാൻ കഴിയുന്നതല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെർവ് ക്രൈസ്റ്റ് സീക്രട്ട്ലി. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നമ്മളുടെ സാക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ പിൻപറ്റുന്ന ഒരാൾക്കെന്നും അത് രഹസ്യമാക്കി വെക്കാൻ കഴിയുകയില്ല. ദർ ഈസ് നോ സീക്രട്ട് ക്രിസ്ത്യൻസ്, സീക്രട്ട് ഡിസൈപ്പിൾ. അത് ഇമ്പോസിബിൾ ആണ്. ദൈവത്തിൻ്റെ വചനം അത് വളരെ വ്യക്തമാക്കുന്നു. ഇന്നോ നാളെയോ അത് വ്യക്തമാക്കുന്നു. നമുക്കറിയാം, ഒത്തിരി പേരെ കുറച്ച് നാൾ മുമ്പ് ഒരു പ്രിയപ്പെട്ടവനെ കുറിച്ച്, അദ്ദേഹം തുടർച്ചയായിട്ട് നമ്മുടെ ബൈബിൾ ക്ലാസ്സിനൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒപ്പം പാർക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേ, റോമാലേഖനം 6-ാം അധ്യായമൊക്കെ പഠിക്കുകയല്ലേ, സ്നാനത്തെക്കുറിച്ചൊക്കെ ഒന്ന് എംഫസൈസ് ചെയ്ത് പറയണം. കാരണം അദ്ദേഹം സ്നാനപ്പെട്ടയാളല്ല. ഇത് ഞാനീ പറയുന്ന ഉദാഹരണങ്ങളൊന്നും കെട്ടിച്ചമയ്ക്കുന്നതല്ലേ. അദ്ദേഹം സ്നാനപ്പെട്ടയാളല്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ എന്നോട് പറഞ്ഞത് പുള്ളി സ്നാനപ്പെട്ടയാളാണെന്നാണ്. ആ കൂടെ താമസിക്കുന്ന ആള് ഷോക്കേറ്റതുപോലെ ആയിപ്പോയി. അദ്ദേഹം ശരിക്കും ഒരു ഇലക്ട്രിക് കറണ്ട് തൻ്റെ ശരീരത്തൂടെ പാസ് ചെയ്ത പോലെ ആയി. റൂംമേറ്റാണ്. പക്ഷേ അത് ഒരു ട്രൂ ഡിസൈപ്പിൾ അല്ല എന്നുള്ളത് തെളിഞ്ഞു. ഹി ഈസ് നോ മോർ ഹിയർ. അദ്ദേഹം ഒരു കൂട്ടായ്മയിലെങ്കിലും പോകുന്നോന്ന് എനിക്കറിയില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ഇഫ് എ പേഴ്സൺ ട്രൂലി ഫോളോ ക്രൈസ്റ്റ്, ശരിയായിട്ട് സത്യമായിട്ട് കർത്താവിനെ പിൻപറ്റുകയാണെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തി നിശ്ചയമായിട്ടും ആ വ്യക്തി നിശ്ചയമായിട്ടും ആ വ്യക്തി ആരാണെന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞേ തീരും. അല്ലാതെ ഒരിക്കലും രഹസ്യമായിട്ട് കർത്താവിനെ പിൻപറ്റുവാൻ കഴിയുകയില്ല. അത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകും, രഹസ്യമായിട്ട് കർത്താവിനെ വന്ന് കണ്ട ചിലരുടെ കുറിച്ചൊക്കെ സുവിശേഷത്തിലുണ്ടല്ലോ. അത് തന്നെ നിങ്ങൾ ചിന്തിക്കണം. പക്ഷെങ്കിൽ രഹസ്യമായി കർത്താവിനെ കണ്ട ആ ശിഷ്യന്മാർ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയത്ത്
അവർ പരസ്യമായിട്ട് അക്നോളജ് ചെയ്തു. അവർ ധൈര്യത്തോടെ ചെന്ന് പിലാത്തോസിനോട് എന്ത് ചെയ്യുന്നറിയോ? ശരീരം വിട്ടുതരാനായിട്ട് ആവശ്യപ്പെട്ടു. ആ 2 ശിഷ്യന്മാർ ചേർന്നാണ് കർത്താവിൻ്റെ ശരീരം ഒരു ശീലയിൽ പൊതിഞ്ഞ് കല്ലറയിൽ വെച്ചത്. ഇഫ് യു ആർ എ ട്രൂ ഡിസൈപ്പിൾ, ശരിയാകുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ ഒത്തിരി നാളൊന്നും മനുഷ്യരറിയാതെ ജീവിക്കാനൊക്കത്തില്ല. ട്രൂ ക്രിസ്ത്യൻ്റെ ആ ക്യാരക്ടർ അത് പ്രകടമായേ തീരും. എന്നാൽ പിശാചിനെ പിൻപറ്റാൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഓപ്ഷനുണ്ട്. നെറ്റിമേൽ എഴുതാം, അല്ലെ കയ്യയുടെ മണ്ടയ്ക്ക് വേണേലും എഴുതാം. രഹസ്യമായിട്ട് ചർച്ചിലും പോകാം, രഹസ്യമായിട്ട് പിശാചിനെയും പിൻപറ്റാം. പ്രിയമുള്ളവരെ, എന്നാൽ കർത്താവിനെ പിൻപറ്റുന്ന ഒരാൾക്ക് ഇറ്റ് ഈസ് ഇംപോസിബിൾ. മനസ്സിലാക്കുക, മനുഷ്യൻ്റെ സകല വിചാരങ്ങളും സകല പ്രവൃത്തികളും ബെയറാക്കപ്പെടുന്ന, അത് എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് രഹസ്യമായിട്ട് പിശാചിനെ പിൻപറ്റുന്നത് ആരാണെന്ന് ആർക്കും അറിയത്തില്ല. അതിൻ്റെ കാരണം എന്നാ? കർത്താവിൻ്റെ സർവജ്ഞതയിൽ അത് അനുവദിച്ചേക്കുക. ഒരു ഉപമ ഓർമ്മയുണ്ടോ? ദാസന്മാര് വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചെന്ന് വിത്ത് വിതച്ചു. വിത്ത് വിതച്ചേച്ച് തിരികെ വന്നു. When the servants of the king went to sleep, അവരുറങ്ങിയപ്പം എന്ത് ചെയ്തെന്നറിയാമോ? ശത്രു വന്ന് കള വിതച്ചു. എപ്പോഴാ സംഭവിച്ചതെന്നറിയാമോ? ദാസന്മാരുറങ്ങിയപ്പം. ഇതിന്നും സംഭവിക്കുന്നു. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്നുള്ള ആ മാതൃക എവിടെയൊക്കെ പരാജയപ്പെടുമോ അന്നൊക്കെ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ശത്രു വന്ന് കള വിതറും. കള വിതറുമെന്ന് മാത്രമല്ല, ഇത് രണ്ടും കിളിച്ചു വരാൻ തുടങ്ങും. ഒരുമിച്ച് കിളിച്ചു വരാൻ തുടങ്ങും. ഒരുമിച്ച് കിളിച്ചു വരുമ്പോൾ ദാസന്മാർക്ക് കാര്യം മനസ്സിലാകും, സംഗതി കളയാണല്ലോ. അത് എന്ന് യജമാനോട് പറയും. പക്ഷെ യജമാനൻ പറയും, നിൽക്കട്ടെ അവിടെ, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. അതിൻ്റെ കാര്യം എന്നാന്നറിയാമോ? ചിലപ്പോൾ ചില കള പിഴുതാൽ നല്ലതൂടൊക്കെ ചിലപ്പോൾ പോയെന്ന് വരും. അങ്ങനെ സംഭവിക്കും. വളരെ സ്ട്രാറ്റജിക്കായിട്ടൊക്കെ ചില കള കയറി നിന്ന് കളയും. അത് പിഴുതു കഴിഞ്ഞാൽ നല്ലതും ചിലപ്പം വീണെന്നിരിക്കും. അതുകൊണ്ട് യജമാനൻ പറഞ്ഞു, വേണ്ട, അവിടെ നിന്നോട്ടെ അവിടെ, അനക്കണ്ട. എന്തിനു വേണ്ടിയിട്ടാ? നല്ല വിത്തിന് വേണ്ടിയിട്ട്. ദൈവം തൻ്റെ സർവജ്ഞതയിൽ, അവിടുത്തെ സർവജ്ഞാനത്തിൽ ഇത് അനുവദിക്കുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ ഒരു കാര്യം സംഭവിക്കും. എന്ന് സംഭവിക്കുമെന്നറിയാമോ? ലോകാവസാനത്തെങ്കിൽ അയക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? വിത്ത് എങ്ങോട്ട് പോവും? കളപ്പുരയിൽ പോവും. പതിരെങ്ങോട്ട് പോകുമെന്നറിയാമോ? കെടാത്ത തീയിലോട്ട് പോകും. സോ ഞാൻ പറഞ്ഞു വരുന്നത്, വി മസ്റ്റ് മേക്ക് ഷുവർ, നമ്മൾ ഉറപ്പാക്കണം, കുഞ്ഞാടിൻ്റെ നാമവും അവിടുത്തെ പിതാവിൻ്റെ നാമവും നെറ്റിമേ തന്നെ ഉണ്ടോ എന്നുള്ളത്. അതോ ഇതൊക്കെ ഒരു ഷോ ഓഫ് ആണോ എന്നുള്ളത് നമ്മൾ നമ്മെ തന്നെ ശോധനയാണ്. കാരണം എന്നറിയാമോ? വി മസ്റ്റ് മേക്ക് ഷുവർ. അത് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ പറയുന്നേ. പൗലോസ് എന്നാ പറയുന്നേ? നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, പരിശോധിപ്പിൻ. യോഹന്നാൻ അപ്പോസ്തലനല്ലേ പറയുന്നത്? ഒന്ന് യോഹന്നാൻ അപ്പോസ്തലൻ അത് തന്നെയാ പറയുന്നത്. ദൈവത്തിങ്കലും ജനിച്ചതാണോ അല്ലയോ എന്നുള്ളത് ഇതിനാൽ അറിയാം. എന്നിട്ട് ആ 5 അധ്യായങ്ങൾ, 1 യോഹന്നാൻ 5 അധ്യായം വായിച്ചു നോക്കണം.
വായിച്ചു നോക്കി അവസാനം വരുമ്പോഴാണ് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് അങ്ങനെ എഴുതിയേക്കുന്നേ. 1 യോഹന്നാൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഈ 1-ാമത്തെ ലേഖനം എഴുതിയേക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ അളവുകോൽ വെച്ച് എനിക്ക് എന്നെ തന്നെ ഇവിടെ അളക്കാം. എനിക്ക് അളക്കാം. അതോ എൻ്റെ ഒരു ഇമോഷണൽ തോന്നലും അങ്ങനെയൊക്കെയാണോ? ഉള്ളിൽ വിത്ത് വീണിട്ടുണ്ടോ? അതോ അന്ന് ഈ 2000 ആണ്ട് വരുന്നെന്ന് പറഞ്ഞപ്പം, 2000 ആണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ സമയത്ത്. മില്ലേനിയം ബഗ് വരുന്നു, മുഴുവൻ തകരും, പ്ലെയിൻ വീഴും എന്ന് വേണ്ട ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പം അന്ന് ഇതൊക്കെ കേട്ട്, അതുപോലെ ഇതിനകത്തുണ്ടല്ലോ കുത്തുന്ന പുള്ളി വരുന്നുണ്ട്. പിന്നെ എനിക്കറിയാം കുറച്ച് പേര് വന്നേ ഒരിക്കൽ ഒരു പ്രസംഗൻ, ദയവായിട്ട് ക്ഷമിക്കണേ ഇതൊക്കെ ഞാൻ പറയുന്നതുകൊണ്ട്, പണ്ട് കാലത്തൊക്കെ അതായത് ഇങ്ങനെ പുഴുവൊക്കെ ഇങ്ങനെ കയറും, പുഴുവൊക്കെ ഇതിലേ കയറി വായിക്കൂടെ കയറി മൂക്കിനകത്തോടെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ ഇതൊക്കെ കേട്ട് പേടിച്ച് കുറെ പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പണ്ടൊരിക്കൽ ഒരാളിങ്ങനെ വഴിയെ പോയപ്പോഴ് ഒരുത്തനൊരു തെങ്ങിൻ്റെ മണ്ടയ്ക്കിരിക്കുക. തെങ്ങിൻ്റെ മണ്ടയ്ക്കിരുന്ന് വിളിച്ചു പോവുക, അയ്യോ എന്നെ എങ്ങനെയാലും ഒന്ന് ഇറക്കണേ ഇതെന്ന്. ഈ താഴെ പോയ ആള് ചോദിച്ചു, എടാ നീ എങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയതെങ്ങനാ? അയ്യോ അത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പട്ടി എന്നെ കടിക്കാൻ വന്നു, ചാടി എങ്ങനോ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി, എങ്ങനെ കയറിയെന്നറിയത്തില്ല, പക്ഷെ ഇപ്പൊ ഇറങ്ങാൻ അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ പേരാണ് ഈ ക്രൈസിസ് കറേജ് എന്ന് പറയും. ക്രൈസിസ് കറേജ് അറിയാം? ക്രൈസിസ് കറേജ്. ഒരു പട്ടി ഇങ്ങോട്ട് വരിക, ഉടനെ അറിയാത്തൊരു കറേജ് നമുക്കുണ്ടാകും. അതിൻ്റെ പേരാ ക്രൈസിസ് കറേജ്. ഈ സ്പിരിച്വലിയും ഇങ്ങനെയുള്ള ക്രൈസിസ് കറേജ്, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കേട്ടിട്ട് പേടിച്ചരണ്ട് എങ്ങനെയൊക്കെ, അയ്യോ എന്തോ ചെയ്യണ്ടേ, എന്നാ ചെയ്യണ്ടേ, ഏറ്റു പറയാം, പറഞ്ഞേക്കാം, വെള്ളത്തിൽ മുങ്ങിയേക്കാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എണ്ണം കയറിയിട്ടുണ്ട് ഇതിനകത്ത്. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ ആണെങ്കിലും കയറിയത് കൊണ്ട് കുഴപ്പമുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ അതൊന്നും കുഴപ്പമില്ലെന്നേ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെങ്കിൽ നാവേഷം കെട്ടിയാ കുരയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? നാവേഷം കെട്ടിയാൽ കുരയ്ക്കണം. പ്രിയമുള്ളവരെ, നമ്മള് വാസ്തവത്തിൽ കർത്താവിൻ്റെ നാമവും അവിടുത്തെ പിതാവിൻ്റെ നാമവും നമ്മുടെ നെറ്റിമേ വരണം എന്ന് പറഞ്ഞാൽ, ഓരോ ദിവസവും കഴിയുമ്പോഴും കർത്താവിൻ്റെ സ്വരൂപത്തോട് എന്ത് ചെയ്യണം? അനുരൂപപ്പെടണം. നമ്മൾ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടണം. ഈ വിശുദ്ധന്മാരുടെ സവിശേഷത എന്താ? അവരുടെ സവിശേഷത, ഏറ്റവും വലിയ സവിശേഷത, കുഞ്ഞാടിൻ്റെ നാമവും അവിടുത്തെ പിതാവിൻ്റെ നാമവും നെറ്റിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. ഞാൻ പറഞ്ഞല്ലോ, സോറി, മറ്റെന്തെങ്കിലുമൊക്കെ കേൾക്കാനാ വന്നെങ്കിൽ സോറി. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാനീ പറയുന്നേ. ആകട്ടെ, നമുക്ക് മുൻപോട്ട് പോകാം. രണ്ടാമത് അവിടെ കാണുന്നതാകുന്ന ഒരു വിശേഷണങ്ങൾ പലതുണ്ട്, പല കാര്യങ്ങൾ നമുക്ക് അവിടെ ചിന്തിക്കാനുണ്ട്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. 3 സിമിലീസ് അല്ലെങ്കിൽ 3 സാദൃശ്യങ്ങളാണ് സ്വർഗത്തിൽ നിന്ന് കേട്ട ആ പാട്ടിനെ സാദൃശീകരിക്കാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഒന്ന്, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, സ്വർഗത്തിൽ കേട്ട അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കേട്ട ആ സംഗീതത്തിൻ്റെ സവിശേഷത. 2, വലിയൊരു ഇടിമുഴക്കം പോലെ. 3, വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. ഏറ്റവും മനോഹരമായിരുന്നു. അപ്പോൾ
സ്വർഗത്തിൽ നിന്ന് ഈ ഒരു ശബ്ദം കേട്ടു. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്നതാകുന്ന ഈ വിഷയം വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ ആദ്യമേ കണ്ടു, ഈ 144,000 പേരുടെ സവിശേഷത ഒന്ന്, അവരുടെ നെറ്റിമേൽ കുഞ്ഞാടിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. ഇവിടെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നതാകുന്ന വിഷയം വളരെ മനോഹരമാകുന്ന ഒരു ഗാനം. ആ ഗാനം അവര് 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമ്മൾ കാണുന്നതാകുന്ന വിഷയം, അവരൊരു പുതിയ പാട്ട് പാടി. They sang a new song. ഈ പുതിയ പാട്ടെന്ന് പറഞ്ഞാൽ എന്താ? വേദപുസ്തകത്തിൽ ഉടനീളം, വിശേഷിച്ച് പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവേ, ഒരു പുതിയ പാട്ട് പാടുവേ. വിശേഷിച്ച് സങ്കീർത്തനത്തിലൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്, സിങ് എ ന്യൂ സോങ് എന്ന് പറഞ്ഞാൽ, ഈ പുതിയ പാട്ടെന്ന് പറയുന്നത് അന്നുവരെ ഇല്ലാത്ത ഒരു പാട്ട് എന്ന അർത്ഥം അതിനുണ്ട്. നിശ്ചയമായിട്ടും പുതുതെന്ന് പറയുമ്പോൾ അന്ന് വരെ ഇല്ലാത്തത് എന്നതിന് അർത്ഥമുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ പുതിയ പാട്ടെന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ അർത്ഥമല്ല ഉപയോഗിച്ചേക്കുന്നത്. നമുക്കതെന്താണെന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടി പഴയ നിയമത്തിലെ 1-2 വാക്യങ്ങളൊന്ന് നോക്കിയാൽ നമുക്കത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരും. 33-ാമത്തെ സങ്കീർത്തനം 3-ാം വാക്യവും, ഒത്തിരി വാക്യങ്ങളുണ്ട്, 40-ാമത്തെ സങ്കീർത്തനം 3-ാം വാക്യവും ഒക്കെ ഒന്ന് വായിച്ചേ. യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. ഇനി 40-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 3-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണേ, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്നിട്ട് ആ പാട്ടിൻ്റെ ചരണം എന്തുവാ? അതെന്നാ? എൻ്റെ വായിൽ പുതിയൊരു പാട്ടാ തന്നെ. എന്നിട്ട് പറയുക, ആ പാട്ട് എന്തുവാ? നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഈ നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ എന്നൊക്കെ പറയുന്നത് പുതിയ പാട്ടാണ്. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ പുതിയ പാട്ടാകുന്നേ. അത് എത്രയോ തവണ പാടി പതിഞ്ഞിട്ടുള്ളത് ആ പാട്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി. അപ്പൊ പുതിയ പാട്ടെന്ന് പറയുമ്പോൾ വേദപുസ്തകം അർത്ഥമാക്കുക ഒത്തിരി വാക്യങ്ങളുണ്ട്. ഞാൻ ഒരു വാക്യം സാമ്പിൾ തന്നേ ഉള്ളൂ, നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ വേദപുസ്തകം അർത്ഥമാക്കുന്നത്, പുതിയ പാട്ടെന്ന് പറഞ്ഞാൽ പൊതുവെ വേദപുസ്തകം അർത്ഥമാക്കുന്നത് അന്ന് വരെ ഇല്ലാത്ത ഒരു പാട്ടെന്നല്ല. പിന്നെയോ അന്ന് വരെ ഉണ്ടായിരുന്ന പാട്ട് തന്നെയാണ്. എന്താണ് എൻ്റെ ദൈവത്തിന് സ്തുതി എന്നുള്ളത് ഒരു പുതിയ പാട്ടാകുന്നത്? ആ സങ്കീർത്തനം നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും. 40-ാമത്തെ സങ്കീർത്തനം 1 മുതൽ ഒന്ന് വായിച്ചേ.
ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഈ ഭക്തനാകുന്ന മനുഷ്യൻ ഒരു വലിയ അനർത്ഥത്തിൽ, ഒരു വലിയ പ്രയാസത്തിൽ അവൻ പെട്ടു. ഫിസിക്കൽ ഡേഞ്ചറോ എന്താണെന്ന് നമുക്കറിയത്തില്ല. എനിവേ അവൻ അതിൽ പെട്ടു. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ഉള്ളിൽ ഒരു അവൻ കേട്ടിട്ടുണ്ട് ദൈവം അവനെ വിടുവിക്കുമെന്നും ദൈവം അവനെ രക്ഷിക്കുമെന്നും ഒക്കെ എന്ത് ചെയ്തു? അവൻ കേട്ടിട്ടുണ്ട്, ഇല്ലേ? ദൈവം രക്ഷിക്കുന്നവനാണെന്നും കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണെന്നും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു മോർട്ടൽ ഡേഞ്ചറിൽ അവനായി തീർന്നു. അങ്ങനെ ഇരുന്നപ്പം യഹോവയ്ക്കായിട്ട് കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്നപ്പം എന്ത് സംഭവിച്ചു? അവൻ എങ്കിലേക്ക് ചാഞ്ഞു. നോക്കുക, അതുവരെ കേട്ടിട്ടേ ഉള്ളായിരുന്നുള്ളൂ. എങ്കിൽ ഇപ്പൊ എന്തോ സംഭവിച്ചു? കർത്താവിൻ്റെ കരുണയും കരുതലും ഒക്കെ ജീവിതത്തിൽ പറഞ്ഞു കേട്ട അറിവ് മാത്രമല്ല, ഇപ്പൊ എന്തായി തീരുകയാണ്? അനുഭവമായി തീരുകയാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സാക്ഷ്യം പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പൊ ഇവിടെ എന്തായി തീരുകയാണ്? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ടേസ്റ്റ് ആൻഡ് സീ. ഈ ടേസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, എന്നോട് വേണേ ഒരാൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ രുചിക്കുന്ന കാര്യം, എനിക്ക് വേണ്ടി ഒത്തിരി കാര്യം വേറൊരാൾക്ക് ചെയ്തു തരാനായിട്ട് കഴിയും, ഇല്ലേ? എന്നാൽ നല്ല ആഹാരത്തെക്കുറിച്ചുള്ള രുചിയൊക്കെ എന്നോട് പറഞ്ഞു തരാൻ അനേകർക്ക് പറ്റും. പക്ഷെ രുചി എനിക്കറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തന്നെ കഴിക്കണം. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു, എന്നാൽ എൻ്റെ ജീവിതത്തിൽ അതിനെങ്കിലേക്ക് ചാഞ്ഞു. എൻ്റെ നിലവിളി കേട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? നാശകരമാകുന്ന കുഴിയിൽ നിന്നും, അയ്യോ, ഇതൊക്കെ ഞാൻ സാക്ഷ്യങ്ങളിൽ കൂടെ കേട്ടിട്ടേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്തായി തീർന്നു? ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ചുള്ളതാകുന്ന ആ പ്രീതി വാത്സല്യം, അതെന്തായിട്ട് തീർന്നു? എൻ്റെ അനുഭവമായിട്ട് തീർന്നു. അങ്ങനെ എൻ്റെ അനുഭവമായി തീർന്നപ്പോൾ ഇപ്പോൾ എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ എന്ന് ഞാൻ പറയുന്നത് എന്താ? ഒരു പുതിയ പാട്ടാ, ഒരു പുത്തൻ പാട്ടാ. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ സ്തുതി തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഉപദേശി പറയുമ്പോൾ ഒന്ന് സ്തുതിച്ചാട്ടെന്നൊക്കെ പറയുമ്പോൾ സ്തുതിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല, അതൊരു പുതുമയാണ്. എന്തുകൊണ്ട്? ദൈവം എനിക്ക് നല്ലവനാണെന്നും എൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്നും എൻ്റെ അടുത്ത സഖിയാണെന്നും ഉള്ളത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ പുതിയ പാട്ടെന്ന് പറഞ്ഞാൽ എന്താ? പുതിയ പാട്ടെന്ന് പറഞ്ഞാൽ അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു പാട്ടെന്നല്ല, അന്ന് വരെ കേട്ടിരുന്നതാണെങ്കിലും സ്വന്തം ജീവിത അനുഭവത്തോടുള്ള ബന്ധത്തിൽ അതിനൊരു പുതിയ അർത്ഥമുണ്ടാകുക. കർത്താവ് നല്ലവനാണെന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ, കർത്താവ് സ്നേഹമാണെന്ന് പറയുമ്പോൾ, കർത്താവ് എനിക്ക് അടുത്ത തുണയാണെന്ന് പറയുമ്പോൾ അതിനൊരു പുതിയ അർത്ഥം. പുതിയ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. ഇനിയും അപ്പൊ മനസ്സിലായല്ലോ, പുതിയ പാട്ടെന്ന് പറഞ്ഞാൽ അന്ന് വരെ ഇല്ലാത്ത പാട്ടെന്നല്ല വേദപുസ്തകം അർത്ഥമാക്കുന്നത്. ഇനി താഴോട്ടുണ്ട് ചില കാര്യങ്ങളോടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അവർക്കല്ലാതെ വേറെ ആർക്കും പഠിപ്പാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പുതിയ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ ഇല്ലാതിരുന്ന പാട്ടല്ല, പിന്നെയോ ഇതൊരു പുതിയ അർത്ഥതലത്തിലേക്ക് അത് വരികയാണ് ഈ പാട്ട്. ഇവിടെ യോഹന്നാൻ ആ കാര്യം പറയുന്നത് ഏതിനോട് ബന്ധപ്പെടുത്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പുതിയ പാട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം വേദപുസ്തകം നമ്മൾ അങ്ങനെ പഠിക്കേണ്ടത്. ഒരു വാക്യം എടുത്തു കഴിഞ്ഞാൽ മുകളിലും താഴെയൊക്കെ വായിക്കണം. ചിലപ്പോൾ ആ വാക്യത്തിൽ തന്നെ അതിൻ്റെ കീ ഉണ്ടാകും. ഇവിടെ ഈ വാക്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഒരു കാര്യം വായിക്കുന്നു.
അവരൊരു പുതിയ പാട്ട് പാടി. എന്നിട്ട് പറയുക, ഭൂമിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട അല്ലെ വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? യോഹന്നാൻ ഉടനെ ഒരു കാര്യം കൂടെ അവിടെ ചേർത്ത് പറയുന്നു. ഇത് പുതിയ പാട്ടിനോടുള്ള ബന്ധത്തിൽ, ഈ പുതിയ പാട്ടിനോടുള്ള ബന്ധത്തിൽ ഉടനെ ചേർക്കുന്നത് ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേര്. അപ്പോൾ ഈ പുതിയ പാട്ടിന് ഇവരുടെ വീണ്ടെടുപ്പുമായിട്ടുള്ള ഒരു വലിയ ബന്ധമുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടല്ലോ, ഞാൻ കുഴഞ്ഞേറ്റ് താണുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ നിലവിളി കേട്ടു, എങ്കിലേക്ക് വന്നു, എന്നെ കരയേറ്റി, എൻ്റെ വായിൽ പുതിയൊരു പാട്ടും തന്നു, എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നതും ഏകദേശം ഇതേ കാര്യം തന്നെയാണ്. എന്ത്? പഴയ നിയമത്തിൽ ആ ഫിസിക്കൽ ഡേഞ്ചറിൽ നിന്ന്, അല്ലെങ്കിൽ അക്ഷരീകമാകുന്ന ഒരു അപകടത്തിൽ നിന്ന്, ഒരു പ്രയാസത്തിൽ നിന്ന് ആ ഭക്തനെ ദൈവം വിടുവിച്ചെങ്കിൽ അപ്പോഴവൻ്റെ വായിൽ വന്നത് അത് പുതിയ പാട്ടാണ്, എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ എന്നുള്ളത് പുതിയ പാട്ടാണെങ്കിൽ, പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ വിടുതൽ ഏതാണെന്നറിയാമോ? ഏറ്റവും വലിയ വിടുതൽ പാപത്തിൽ നിന്നുള്ള വിടുതലാ. ഏറ്റവും വലിയ വിടുതൽ പാപത്തിൽ നിന്നുള്ള വിടുതലാ. അപ്പൊ അങ്ങനെ പാപത്തിൽ നിന്നുള്ള വിടുതൽ ആണ് ഏറ്റവും വലുതാകൊണ്ട് യോഹന്നാൻ പറയുക, ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന വീണ്ടെടുക്കപ്പെട്ട ഒരു മനോഹരമാകുന്ന പാട്ട് എൻ്റെ നാവിലങ്ങ് വരിക. പാടണമെന്ന് വലിയ താല്പര്യം, സമയം കിട്ടിയാൽ നമുക്ക് പാടാം. ഇതെന്തുകൊണ്ടാ? ഇതാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം നമ്മൾ കണ്ടു. ആ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നു, ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവർക്കല്ലാതെ ഈ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അപ്പൊ വീണ്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പാട്ടെന്നുള്ളത് വ്യക്തമാണ്. ഇനിയും നമ്മൾ വ്യാഖ്യാനം ചെയ്യേണ്ടത് വേദപുസ്തകം കൊണ്ട് തന്നെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. പ്രാഥമികമായിട്ട് കഴിയുമെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്ക് പറ്റും, അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ തന്നെ, അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്ക് പോകാം. നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഇതിന് ഒരു വിശദീകരണം തരുന്ന വാക്യമുണ്ട്. 5-ാമത്തെ അധ്യായമാണത്. 5-ാമത്തെ അധ്യായം അതിൻ്റെ 9ഉം 10ഉം ഒന്ന് വായിച്ചേ. യെസ്, നോക്കുക. ഈ പുതിയ പാട്ടിൻ്റെ ഉള്ളടക്കമാണ് നമ്മൾ വായിക്കുന്നത്. വായിച്ചു മുഴുവൻ വായിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. നീ യോഗ്യൻ. യെസ്, നോക്കിയേ, എഗെയിൻ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. പിന്നെയും ആ പദം കാണുന്നു. ഇനി അടുത്ത വാക്യം. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിട്ട് എന്താക്കി തീർത്തു? ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്ന പുതിയ പാട്ട്. എന്തുകൊണ്ടാണ് ഈ പാട്ട് പുതിയതാകുന്നേ? നോക്കിയേ, അത് പുതിയ പാട്ടാ. ആ പാട്ട് പുതിയതാ. എന്തുകൊണ്ടാണ് അത് പുതിയതാക്കുന്നത്? അത് പുതിയതാകുന്നതിന്റെ കാരണം വീണ്ടെടുക്കപ്പെട്ടവർക്കല്ലാതെ ഒന്നും ഈ പാട്ട് പാടാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ കണ്ടു. ഇത് പുതിയ പാട്ടാണെന്ന് നമ്മൾ കണ്ടു. പുതിയ പാട്ടെന്ന് ഉള്ളതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ കണ്ടു. ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവന എന്ന ഒരു ഭക്തൻ പാടുകയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ പീഡനകാലത്ത്, ഈ വലിയ പീഡനത്തിൽ കൂടെ കടന്നുപോയ വിശുദ്ധന്മാരും പാടുന്ന പാട്ടെന്താ?
ഇതൊരു പുതിയ പാട്ടാ. എന്തുകൊണ്ടാ പുതിയ പാട്ട്? മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്ക് മാത്രമല്ലാതെ വിൽക്കാനോ വാങ്ങാനോ കഴിയുകയില്ലെന്നുള്ള, പിശാചിനെ ആരാധിക്കാത്തവന്, പിശാചിനെ വണങ്ങാത്തവന് ജീവിക്കാനൊക്കത്തില്ലെന്നുള്ള ഒരു പ്രത്യേക കാലഘട്ടം വന്നപ്പോൾ ഈ വിശുദ്ധന്മാർ മരണപര്യന്തം തങ്ങളുടെ ജീവനെ സ്നേഹിച്ചില്ല. പക്ഷെങ്കിൽ അതിന് കാരണമായി തീർന്നത് എന്തുകൊണ്ടാ? അതിൻ്റെ കാരണമായി തീർന്നത് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും അതിനെ എന്ത് ചെയ്യും? നമസ്കരിക്കുക. അപ്പോൾ അതിനെ നമസ്കരിക്കാതിരിക്കത്തക്കവണ്ണം ഇവർക്ക് കൃപ ലഭിച്ചത് എന്തുകൊണ്ടാ? ദൈവകുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടും ദൈവത്തിൻ്റെ പ്രത്യേകമാകുന്ന കരുണയും കരുതലും ഉള്ളത് കൊണ്ടുമാണ് ഈ വലിയ പീഡനത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്നും എത്രയോ ഇടത്താ ഒത്തിരി പേരുടെ തല ഛേദിക്കപ്പെടുന്നു. ഒത്തിരി, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ദ മോസ്റ്റ് പെർസിക്യൂട്ടഡ് റിലീജിയസ് ഗ്രൂപ്പ് ഇൻ ദ ഹോൾ വേൾഡ് ഈസ് ക്രിസ്ത്യാനിറ്റി. ലോകം മുഴുവൻ എടുത്താൽ ഏറ്റവും അധികം പീഡനം സഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ക്രിസ്തുമാർഗ. അങ്ങനെയെങ്കിൽ ഇതിനകത്തൂടെ ഒക്കെ കടന്നുപോയി ഇതിന്മേൽ ജയിച്ച വിശുദ്ധന്മാര് പാടാൻ പോകുന്ന പാട്ട് എന്താണെന്നറിയാമോ? കുഞ്ഞാടേ, അവിടുന്ന് അറുക്കപ്പെട്ടത് കൊണ്ടും അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്ന് മാത്രമല്ല, ഞങ്ങൾ അവനെ ഞങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം അവരുടെ ജീവനെ എന്തില്ല, വിലയേറിയതായിട്ട് അവർ കണ്ടില്ല. എന്തുകൊണ്ടാണ് ഇതിന് കഴിഞ്ഞത്? ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനവും കൃപയും ജീവിതത്തിലെ ക്ലേശങ്ങളുടെ മധ്യത്തിൽ എത്ര വലുതാണെന്ന് അനുഭവിച്ച ഭക്തന് എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ എന്നുള്ളത് പുതിയ പാട്ടാണ്. എപ്പോഴും മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിപാലനം, വിശ്വാസപ്പോരിൽ ദൈവം എങ്ങനെയാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തത് അതൊന്ന് തിരിഞ്ഞു നോക്കുമ്പം അർത്ഥമനസ്സോടെ വിഷിവാഷിയായിട്ട് ഇങ്ങനെ ജീവിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഒരു ഡിസൈപ്പിളിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. അവനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണെന്നറിയാമോ? പുതിയ പാട്ട്. മാത്രമല്ല, ഈ പാട്ട് അവരുടെ വീണ്ടെടുപ്പിനോട് ബന്ധപ്പെട്ട പാട്ടാണ്. മാത്രമല്ല, ഈ പാട്ട് ഇനിയും അവർ രാജാക്കന്മാരായി വാഴുന്നു എന്ന പാട്ടാ. കുഞ്ഞാടിനൊപ്പം. അപ്പൊ കുഞ്ഞാടിനൊപ്പം വാഴുന്നത് ആരാ? വീണ്ടെടുക്കപ്പെട്ടവരും മാത്ര. ഇവർക്കല്ലാതെ വേറെ ആർക്കും ഈ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പഠിക്കുക എന്ന വാക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലേൺ ബൈ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ തിയറി അല്ല. സൈക്കിളെ കയറുന്നതിൻ്റെ തിയറി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ലേണിംഗ് ടു ഹൗ ടു റൈഡ് എ സൈക്കിൾ, ലേണിംഗ് ടു ഡ്രൈവ് എ വെഹിക്കിൾ, തിയറിയൊക്കെ. പക്ഷെങ്കിൽ തിയറി കൊണ്ടൊന്നും പറ്റുകയില്ല. അവിടെ എന്ത് ചെയ്യണം? സൈക്കിൾ ഓടിക്കുന്നത് എന്താണെന്നറിയോ? അതാ ഒരു നീന്തുന്ന എന്താ? നീന്തുന്ന തിയറി കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അത് ഇൻബിൽറ്റാ. എങ്ങനെയാ ഇൻബിൽറ്റ് ആകുന്നത്? പിന്നീട് അത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നത്, ലേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന ഉദാഹരണം ഒന്നും ഇതിനോട് ഒക്കുന്നതല്ല, എങ്കിലും ഞാനങ്ങ് പറയാം. ജീവിത അനുഭവവുമായിട്ട്, അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ് എന്ന് പറയുന്നത് പോലെ, നല്ലവനെന്ന് രുചിച്ചറിവിൻ എന്ന് പറയുന്നത് പോലെ, ആ 1-to-1 റിലേഷൻഷിപ്പിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട
ജനമെന്നുള്ള ആ റിലേഷൻഷിപ്പിൽ മാത്രം മനസ്സിലാക്കുവാൻ കഴിയുന്ന പാട്ടായത്. ഇത് മിഖായേലിനും പഠിക്കാനൊക്കെയല്ല, ഗബ്രിയേലിനും പഠിക്കാനൊക്കെയല്ല. അതിന്റെ കാരണം എന്നാ? അതിന്റെ കാരണം മീഖായേലിനെയും പാപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടില്ല, ഗബ്രിയേലിനെയും പാപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടില്ല. പാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരാരാന്നറിയാമോ? നമ്മൾ മാത്രമാ. അതുകൊണ്ടാണ് ഒരു ഭക്തൻ പാടിയത്, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ വിണ്ഡൂതർക്കും. അതുകൊണ്ടാ മറ്റേ പാട്ട് പാടണ്ടെന്ന് ഞാൻ പറയുന്നത്. ഏത് പാട്ടാ? അറിയാ? പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഞാനും ചേർന്ന് പാടും. ദൂതനെ പോലല്ല ഞാൻ പാടാൻ പോകുന്നതെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിണ്ഡൂതർക്കും പാടാൻ അസാധ്യമേ അത്. അതിന്റെ കാരണം എന്താ? ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഈ 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ വരികൾ അവർക്ക് മനസ്സിലായില്ലെന്നല്ല. ആ പാട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട സ്വർഗകനാനിൽ ചെല്ലുന്ന ഒരു ദൈവ പൈതലിനും മാത്രമേ ഈ പാട്ട് പാടാൻ പറ്റത്തുള്ളൂ. കുഞ്ഞാടേ, അവിടുന്ന് അറുക്കപ്പെട്ടു, അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വച്ചിരിക്കുന്നു. ഓ എൻ്റെ പ്രിയരെ, ഈ സകല യൂണിവേഴ്സിലും, ഈ സകല അഖിലാണ്ട കടാകത്തിലും എത്രയോ ജീവികളുണ്ട്, എത്ര ദൂതന്മാരുണ്ട്, എന്തെല്ലാമുണ്ട്. ഇവയെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയെങ്കിലും എന്ത് ചെയ്തു? വീണ്ടെടുപ്പ് ആർക്ക് വേണ്ടി മാത്രമാണെന്നറിയാമോ? വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി മാത്രമാണ്. ആ വീണ്ടെടുപ്പിന് വിലയായി കൊടുത്തത് എന്താണെന്നറിയാമോ? യേശുവിൻ്റെ പുണ്യാഹ രക്തം. ആ രക്തം പ്രായശ്ചിത്തമായിട്ട് വരേണ്ടതിന് അതിനെ എന്ത് ചെയ്യുന്നറിയാമോ? പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചു. കുഞ്ഞാടിൻ്റെ നിഷ്കളങ്കവും നിർദോഷവുമാകുന്ന ആ വിലയേറിയ രക്തം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ വിലയേറിയ രക്തം മുഖാന്തരമാണ് കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മളെ എന്ത് ചെയ്തത്. അപ്പൊ ഈ പാട്ട് ആർക്കും എന്ത് ചെയ്യാൻ പറ്റുകയില്ല, പഠിപ്പാൻ കഴിയത്തില്ല. അതിന്റെ കാരണം എന്നാ? ഇതാ അതിന്റെ കാരണം. Nobody can learn this song. കാരണം ഇതാ, പ്രിയരെ, മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കഴിഞ്ഞിടെ ആരോ എന്നോട് ചോദിച്ചു, ഈ യേശുവിൻ്റെ രക്തം എടുത്ത് വണ്ടിയേലും, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരൻ വണ്ടിയേലും വള്ളത്തേലും ഒക്കെ ഇങ്ങനെ തളിക്കുന്നതിന് വല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ രക്തം അതിനു വേണ്ടിയിട്ടുള്ളതല്ല. അതെടുത്ത് തളിക്കാനൊന്നും നമുക്കൊന്നും പറ്റുന്നല്ല. ഞാനെങ്ങനെ തളിക്കുന്നേ? ദൈവം എൻ്റെ ഹൃദയങ്ങളിൽ രക്തം തളിച്ചുകൊണ്ടാണ് ഞാൻ വീട് എന്നെ അത് പറഞ്ഞപ്പോൾ ഒരു വല്ലായ്മ ഉണ്ടോ? ഈ വേദപുസ്തക പ്രകാരം അല്ലാത്തൊക്കെ പോട്ടെന്ന്, തകർന്നു പോകട്ടെ, അതിന് വല്ലായ്മ വന്നാലൊന്നും ഒരു പ്രശ്നമില്ല. യേശുവിൻ്റെ രക്തം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? വേറെ ഒന്നിനും, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് എന്ത് ചെയ്യാൻ പറ്റുകയില്ല. ജഡിക ശുദ്ധി വരുത്തുന്നതല്ലാതെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ പറ്റത്തില്ലെന്നുള്ളത് അത് ഉറപ്പിക്കപ്പെട്ട സംഗതിയാ. പക്ഷെ എന്ത് ചെയ്തു? എൻ്റെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഈ കുഞ്ഞാടിൻ്റെ നിത്യാത്മാവിനാൽ ദൈവത്തിന് സൗരഭ്യവാസനയായി അർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ ആ രക്തം നോക്കിക്കേ. എന്തുകൊണ്ടാണ് ആർക്കും പാടാൻ പറ്റാത്തത്? അതിൻ്റെ കാരണം വീണ്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാ ഈ പാട്ട്. അതാ, മനസ്സിലാകുന്നുണ്ടോ? വേറെ ആർക്കും പഠിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഞാൻ പറഞ്ഞു 144,000
നമ്മൾ ആ നിലയിലല്ല കാര്യം ചിന്തിക്കുന്നത്. പൊതുവാകുന്ന റിഡംപ്ഷനോടുള്ള ബന്ധത്തിലാണ് ആ കാര്യം ചിന്തിക്കുന്നത്. എനിവേ, നമുക്ക് അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, നിശ്ചയമായിട്ടും അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവർ കടന്നുപോയതാകുന്ന ഈ ജീവിത അനുഭവങ്ങളിൽ കൂടെ കർത്താവിൻ്റെ മാധുര്യം അവർക്ക് അനുഭവിപ്പാൻ കഴിയുന്നു. ഇതെല്ലാ കാലത്തും അങ്ങനെയാണ്. സ്പെഷ്യൽ പ്രിവിലേജസ് ലഭിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. ചില വിശുദ്ധന്മാരുടെയൊക്കെ അവരുടെ ആ സ്പിരിച്വൽ ഇൻസൈറ്റൊക്കെ നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ പ്രിയരെ, അതൊക്കെ വായിക്കണം കേട്ടോ. അതൊക്കെ നല്ലതാ. വേദപുസ്തകം വായിച്ച് കഴിഞ്ഞിട്ട്, വേദപുസ്തകം വായിക്കാതെ ഒന്നും വായിക്കുന്നതിന് അത് കാര്യമില്ല. വേദപുസ്തകം വായിച്ച് കഴിഞ്ഞിട്ട് സമയം കിട്ടിയാൽ വേറെയൊക്കെ വായിക്കണം. ഈ വാച്ച്മാൻ നീ എന്ന് പറയുന്ന ഒരു ദൈവപ്രതിന് അടുത്ത കാലത്ത് ജീവിച്ചിരുന്നയാൾ. അതുകൊണ്ടാണ് ഒത്തിരി ഉദാഹരണങ്ങളുണ്ടെങ്കിൽ ഒത്തിരി കാലം പുറകിലുള്ളത് പറയുന്നതിനേക്കാൾ റീസെൻ്റ് ആയിട്ടുള്ളത് ചിലത്. 72 എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അദ്ദേഹം ചൈനയിൽ 72 ആണോ 68 ആണോ ഞാൻ ഓർക്കുന്നില്ല. എനിവേ റീസെൻറ്റ്, അടുത്ത കാലത്തുള്ള സംഭവം. 20 വർഷങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് ചൈനയിൽ അങ്ങനെ മരിച്ചുപോയി. ഇന്നും അവിടെ വളരെ അനുഗ്രഹീതമാകുന്ന നിലയിൽ നിലനിൽക്കുന്ന ഒരു കൂടിവരവാണ് ലിറ്റിൽ ഫ്ലോക്ക് എന്ന് പേര് വിളിക്കുന്ന ആ കൂട്ടായ്മ. ആ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പല സന്ദർഭങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ കണ്ണ് തള്ളി വന്നിട്ടുണ്ട്, ലിറ്ററലി. കാരണം നമ്മളൊക്കെ 100 ആവർത്തി വായിച്ചിട്ടുള്ള ചില എന്നൊക്കെ വായിക്കുന്ന വേദഭാഗങ്ങളിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന ആ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത എങ്ങൊന്നും കൊണ്ടുവന്നതല്ല. ഞാനത് എത്ര ആവർത്തി വായിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനിന്ന് വരെ അത് കണ്ടിട്ടില്ല. പക്ഷേ ആ മനുഷ്യൻ അത് കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഞാനൊന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹം കടന്നുപോയ ആ പ്രയാസഘട്ടങ്ങൾ, എന്തിനേറെ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് പോലും ഒത്തിരി കഷ്ടങ്ങളും ഒത്തിരി തെറ്റിദ്ധാരണകളും ഒക്കെ അനുഭവിച്ച മനുഷ്യനാണ് അദ്ദേഹം. അവസാനം അദ്ദേഹത്തിൻ്റെ ശവം അവർ വിട്ടുകൊടുക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് മരിച്ചെന്ന് പോലും അവർ പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ 20 വർഷം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസാനം വരെയുള്ള എഴുത്തുകളൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസപ്പോയിൻമെൻറ്റും ഇല്ല. പൗലോസിൻ്റെ എഴുത്തുകളൊന്ന് വായിച്ചു നോക്കിയേ, എന്തേലും ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടോ? കാരാഗൃഹത്തിൽ കിടന്ന് എഴുതുമ്പോൾ എന്താ പറയുന്നേ? കർത്താവിൽ സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. റോമിൽ കിടക്കുമ്പോഴും എന്നാ പറയുന്നേ? റോമിൽ കിടക്കുമ്പോഴും പറയുന്നേ, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? എനിക്ക് തുണ നിന്നു. പിന്നെ എനിക്കിവിടെ പ്രയാസമോ ബുദ്ധിമുട്ടാ എന്നൊന്നുമല്ല. വേഗത്തിൽ എൻ്റെ അടുക്കൽ ശീതകാലത്തിന് മുമ്പേ കം ബിഫോർ വിൻ്റർ വരുമ്പോഴേ കർപ്പോസിൻ്റെ പക്കൽ ഞാൻ വെച്ചേച്ച് പോകുന്ന പെട്ടെന്ന് ഉള്ള യാത്രയായിരുന്നു, പറ്റിയില്ല. ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ ഒരു പുതപ്പിരിപ്പുണ്ട്, അത് കൊണ്ടുവരണം, തണുപ്പാ. പിന്നെ ചർമ്മലിഖിതങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പഴയ നിയമ
തിരുവഴുത്തൊക്കെ ഞാൻ പെട്ടെന്ന് അവിടെ വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് വരാം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും. പെട്ടെന്നായിരുന്നു, വരാൻ പറ്റിയില്ല. അതുകൊണ്ട് നീ വരുമ്പോൾ അതൊക്കെ ഇങ്ങ് കൊണ്ടുവരണം. എന്നിട്ട് പറയുന്നത് എന്താ? ഞാൻ നല്ലപോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചേക്ക, ബീമിങ് വിത്ത് ജോയ്. കാരണം എന്താ? പ്രിയമുള്ളവരെ, whenever a person is called for unique suffering, the enabling of God's grace also will be unique for that person. ഒരു നിസ്തുലമാകുന്ന സങ്കടത്തിലൂടെ ഒരു വ്യക്തി കടന്നു പോകാൻ ദൈവം ആ വ്യക്തിയെ വിളിച്ചാൽ ഒന്നുറപ്പാക്കിക്കണം, സ്പെഷ്യൽ കഷ്ടതയിൽ കൂടെ കടന്നുപോയാൽ സ്പെഷ്യൽ റിവാർഡ് അതിനുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. മൃഗത്തെ നമസ്കരിക്കാതെ കൈമേലോ നെറ്റിമേലോ മുദ്രയേൽക്കാതെ ജീവനെ പകച്ച വിശുദ്ധന്മാർക്ക് മാത്രമുള്ളതായ എന്ത്? വേറെ ആർക്കും പാടാൻ പറ്റാത്ത പുതിയ പാട്ട്. പ്രിയമുള്ളവരെ, നിശ്ചയമായിട്ടും ഇറ്റേണിറ്റി, when eternity unfolds, പ്രിയമുള്ളവരെ, നിത്യത പുലരുമ്പം, അത് when we all get to heaven എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. when we all get to heaven എന്നത്തെ ഒരു വരി ഇങ്ങനെയാ, just a glimpse of the king. ഒന്ന് രാജാവിനെ ഒന്ന് കാണുന്നത് എല്ലാം ഭൂമിയിലെ സകല കഷ്ടതയ്ക്കും അന്നേരം റീപേയ്മെന്റ് ആയെന്ന ആ പാട്ടുകാരൻ്റെ ഇമാജിനേഷൻ. ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രം ഇന്ന് കണ്ണാടിയിൽ കടവഴിയായിട്ട് കാണുകയാണ്. പ്രിയമുള്ളവരെ, the king is worthy. നമ്മുടെ രാജാവ് യോഗ്യന. ഇതുപോലെ യോഗ്യനാകുന്ന ഒരു രാജാവില്ല. ജീവനും സമ്പത്തും സകലവും ആ തൃപ്പാദപീഠത്തിൽ അർപ്പിക്കുവാൻ ഇവനെ പോലെ യോഗ്യനായിട്ട് ആരുമില്ല. കാരണം എന്താണെന്നറിയാമോ? ജീവൻ തന്നെ എന്നെ സ്നേഹിച്ച വേറൊരുവൻ ഇല്ല. ആ കർത്താവിനെ നിത്യതയിൽ കാണുന്നത് പോലെ സന്തോഷം ഒരു ഭക്തൻ എന്താ ഉള്ളത്? ഗ്ലോറി ടു ഗാഡ്. പ്രിയമുള്ളവരെ, അതാ നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ആ പ്രത്യേക നമ്മുടെ ആ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന പാന്താവിലുള്ള ആ റെസിസ്റ്റൻസ് വലുതാണെങ്കിൽ ഭാരപ്പെടുകയൊന്നും വേണ്ട. നിത്യത അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുമെന്നുള്ളത് ഉറപ്പാ. ഇത് വെറും കഥയല്ല, ഇത് പാഴ്വാക്കല്ല, ഇത് സത്യമാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ കർത്താവിനെ സേവിക്കുക, സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുവാൻ നമുക്ക് കഴിയണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് തൃപ്പാദ സേവ ചെയ്യുവാൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ കർത്താവ് ഇതിന് യോഗ്യന. നമ്മുടെ കിങ്, നമ്മുടെ രാജാവ് അതിന് യോഗ്യനാണ്. ഈ കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ സ്പെഷ്യൽ ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ദ പ്രസന്റ് വേൾഡ് lends to special reward in future kingdom. അപ്പോൾ ഈ 144,000 പേർക്കല്ലാതെ ആർക്കും പാടാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ കാര്യം ഇതാണ്. ഇത് മറന്നു പോകരുത്. നിശ്ചയമായിട്ട് ഒരു അബൈഡിങ് പ്രിൻസിപ്പിളാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അടുത്ത വിഷയത്തിലേക്കൊരു കണ്ടൻഷൻസ് ഇഷ്യൂ ആണ്, അതിലേക്ക് വരാൻ ഇന്ന് നേരമില്ല. അത് വിശദമായിട്ട് പറയേണ്ടേ, കാരണം അത് ശരിക്കും മനസ്സിലാകേണ്ട വിഷയം. കാരണം ചിലരൊക്കെ അതിനെ കോട്ടി വളച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് വിശദമായിട്ട് അത് പറയാം. അത് അടുത്ത ആഴ്ച പറയാം ദൈവനുവദിച്ച്. അപ്പോൾ ഈ പാട്ട് നിശ്ചയമായിട്ടും ആ വിലയ്ക്ക് വാങ്ങിയതിനോടുള്ള ബന്ധത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയും. നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ വീണ്ടെടുപ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മളെ വിലയ്ക്ക് വാങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മാർക്കറ്റ് പ്ലേസിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. പ്രത്യേകിച്ച് അന്നത്തെ ഭാഷയുടെ പ്രയോഗത്തിൽ ഇന്ന് നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നത് പോലെയല്ല ഈ പദം ഉപയോഗിച്ചേക്കുന്നത്. നേരെ മറിച്ച് ഒരു ചന്തയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് പോലെ തന്നെ അന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അടിമകൾ
അടിമകൾ. ഈ അടിമകളെ വിലയ്ക്ക് വാങ്ങുന്ന സമ്പ്രദായമുണ്ട്. അപ്പൊ അതേ പദപ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. വിലയ്ക്ക് വാങ്ങി, വീണ്ടെടുത്തു. നമുക്കറിയാം വേദപുസ്തകത്തിൽ എങ്ങനെയാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയെന്നുള്ളത് വ്യക്തമാക്കുന്ന അനേക കാര്യങ്ങളുണ്ട് നമ്മുടെ കർത്താവിൽ കൂടെ. എഫേസ്യർ 1:7 യേശു ക്രിസ്തുവിൽ നമുക്ക് അവിടുത്തെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ യേശു കർത്താവിൻ്റെ രക്തത്താൽ, കൊലോസ്യർ 1:14 കർത്താവിൽ യേശുവിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ ഈ അടിമച്ചന്തയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് എങ്ങനെയാ വിലയ്ക്ക് വാങ്ങിയത്? നമ്മൾ നേരത്തെ കണ്ടു, കുഞ്ഞാൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഫുൾ പ്രൈസ് ഈസ് പെയ്ഡ്. ആ കാര്യം തന്നെ ആരും ചിന്തിക്കരുത്, ഇത് പിശാചിനൊന്നും അല്ല കൊടുത്തത് കേട്ടോ. അത് പണ്ട് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പിന്നെ എന്താണെന്നുള്ളത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാപം ചെയ്യുന്നവൻ മരിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ പ്രമാണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ കീഴിൽ എനിക്ക്, അതാണ് പൗലോസ് പറയുന്നത്, എനിക്ക് മരണകരമായിരുന്ന പ്രമാണമായിരുന്നു. അല്ലേ? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമെന്നാ. അങ്ങനെയല്ലേ? എൻ്റെ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഞാൻ അറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത് അങ്ങനെ തന്നെയല്ലേ? 8-ാം അധ്യായം റോമാലേഖനം 2-ാം വാക്യം പൗലോസ് എങ്ങനെയാ വിശേഷിപ്പിക്കുന്നത് നോക്കിയേ. പഴയ നിയമത്തെ പൗലോസ്, ഞാൻ ചിലപ്പോൾ ഓർക്കും അതൊരു ഭയങ്കര കടന്ന പ്രയോഗമല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ പിന്നീട് ദിവസം പഠിച്ചപ്പോൾ മനസ്സിലായി അത് എന്താ അതിൻ്റെ അർത്ഥം എന്നുള്ളത്. പാപത്തിൻ്റെയും അതിൻ്റെ കാരണം, അത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം ആയിത്തീർന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എൻ്റെ കുഴപ്പം കൊണ്ടാണ്. കാരണം പാപം എന്ത് ചെയ്തു? എന്നെ പ്രവേശിച്ചു. പാപം ഞാൻ ചെയ്തു. അപ്പം പാപനിമിത്തം ന്യായപ്രമാണം എനിക്ക് എന്തായി തീർന്നു? മരണത്തിൻ്റെ പ്രമാണമായി തീർന്നു, എന്നെ കൊല്ലുന്നതായി തീർന്നു. അപ്പം അതിൽ നിന്നാണ് ദൈവം എന്ത് ചെയ്തത്? എന്നെ വിലയ്ക്ക് വാങ്ങിയത്. കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങിയത് അതിൽ നിന്നാ. എവിടുന്നാ വിലയ്ക്ക് വാങ്ങിയത്? അതായത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന ദൈവിക പ്രമാണം അതിനൊരു അയവും വരുത്താതെ അത് സമ്പൂർണമായിട്ട് കാൽവറി ക്രൂശിൽ നിവർത്തിച്ചു. ആ കാൽവറി ക്രൂശിൽ, അതാണ് പാട്ടുകാരൻ, തൻ ക്രൂശിൽ ഞാനും മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ ക്രൂശിക്കപ്പെട്ടിരിക്കാൻ എല്ലാവരും മരിച്ചു. എല്ലാവരും മരിച്ചു. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താ? തകർന്നു, ഇല്ലാതെയായി. ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? തീർത്തു. ക്രൂശിൽ ഞാൻ യേശുവിൻ്റെ ഒപ്പം മരിച്ചു. ഇതാ വേണ്ടി ജനനം, അല്ലാത്തയൊന്നല്ല. ഒരു ഫേമസ് പുസ്തകമുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ഒത്തിരി ഫേമസ്. അതിനകത്ത് ഒരു വരി ഇങ്ങനെ: കർത്താവേ, എന്നെക്കുറിച്ചുള്ള ഉദ്ദേശത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എന്നിട്ട് അടുത്ത വരി: നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ കൺഗ്രാജുലേഷൻസ്, വെൽക്കം ടു ദ ഫാമിലി ഓഫ് ഗോഡ്. ആ പുസ്തകത്തിലുള്ള എൻ്റെ കൈവശ ആ പുസ്തകമുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസാ. അതിൻ്റെ കാര്യം എന്നാ? പാപമോചനത്തെക്കുറിച്ച് അവിടെ ഇല്ല, മാനസാന്തരത്തെക്കുറിച്ചില്ല, അതിനെന്താ വില കൊടുത്തേന്നില്ല, ഇതൊന്നും ഇല്ലാതെ വെൽക്കം ടു ദ ഫാമിലി ഓഫ് ഗോഡ്. ഇതാ ഇന്ന് പലരും ചെയ്യുന്നത്. കാർഡ് സൈൻ ചെയ്ത് അല്ലേ കൈപൊക്കിയാൽ ഫാമിലി വെൽക്കം, കൺഗ്രാജുലേഷൻസ്. നോ 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 നോ, അതല്ല വേണ്ടി ജനനം.
വീണ്ടും ജന്മം എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ജന്മം ഇതാ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ആ വാള് എൻ്റെ തലയ്ക്ക് മീതെ നീക്കിയ പാപം ചെയ്യുന്ന ദേഹം മരിക്കും, മരിച്ചാൽ തീരും. അത് പ്രമാണത്തിന് മാറ്റം വന്നുകൂടാ. ന്യായപ്രമാണത്തിന് നീക്കം വരരുതല്ലോ. ഇറ്റ് cannot be removed. It can only be fulfilled. ന്യായപ്രമാണത്തിന് നീക്കം വരാൻ പറ്റുകയില്ല, അത് നിവൃത്തിയേ ഉണ്ടാകത്തുള്ളൂ. നിവൃത്തി എന്താ? യേശുവിൻ്റെ രക്തം എന്ത് ചെയ്തു? കാൽവറിക്ക്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പാപമില്ലാത്ത പൊന്നു കർത്താവിൻ്റെ രക്തം കാൽവറിയിൽ ചിന്തി. അതുകൊണ്ട് എന്താ, ആ ക്രൂശിൽ ഞാനും എന്ത് ചെയ്യുക? മരിച്ചു. ഞാനും മരിച്ചു. ഞാൻ യേശുവിൽ. പ്രിയമുള്ളവരെ, ഇത് ഊട്ടി ഉറപ്പിക്കുന്ന പാട്ടുകളായിരുന്നു പണ്ടൊക്കെ പാടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പണ്ട് പാടാൻ പറ്റിയത്. ഇമ്പം പാപം തരുമെന്ന് അഴിഞ്ഞു ചെയ്തേ, അതേറെ തുമ്പം തന്നതിനാൽ ഭയന്നു വന്നേ, പേടിച്ചു വന്നേ. പാപത്തിന്റെ ആ ഭാരം തിരിച്ചറിയാതെ വീണ്ടും ഞാൻ നോക്കിയല്ലോ കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? ആ പാട്ടിന്റെ വരികളൊക്കെ വീട്ടിൽ പോയി ആ പാട്ട് ദിവസം എടുത്ത് അങ്ങ് പാടി നോക്കണം, അങ്ങ് സന്തോഷിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതൊരു പുതിയ പാട്ടാകും. 200 ഏകദേശം 200 കൊല്ലമായി ആ പാട്ട് എഴുതിയിട്ട്. സന്തോഷമെന്ന് പേയിൻ വഴി നടന്നേ, അത് ചതിവൻ ഓർത്ത് നിന്നോട്. ഇതോർത്തിട്ടാണോ വന്നത്? അതുപോലെ മുമ്പേ തെങ്ങ കയറിയ പോലെ ആന്നോ വന്നേ? ഇന്ന് അങ്ങനെ വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വീണ്ടും ജനിച്ചിട്ടേ ഉപദേശിച്ച് ഞങ്ങൾ മുങ്ങിയ സാരമില്ല, നമുക്ക് അടുത്ത ആഴ്ച ഒരു സ്നാനം കൂടെ വെക്കാം. എന്നാ കാരണം വീണ്ടും ജനിക്കാത്തവരാരും എന്ത് ചെയ്യില്ല? സ്വർഗരാജ്യത്തിൽ കടക്കില്ല. അപ്പോൾ എന്തിൽ നിന്ന്? യേശു കർത്താവിൽ എന്നെ വിലയ്ക്ക് വാങ്ങി. എനിക്കറിയാം, ഞാൻ വിഷയമൊക്കെ വിട്ടുപോയി, പക്ഷേ വീണ്ടെടുക്കുന്ന കാര്യമാണ് ഇതാ ഇമ്പോർട്ടൻ്റ്. വീണ്ടെടുക്കപ്പെടാത്തവരാരും അങ്ങോട്ട് ചെല്ലുകയല്ലോ. വീണ്ടെടുക്കപ്പെടാത്തവർക്ക് ആർക്കും ഈ പാട്ട് പാടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പാടാനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അല്ലാതെ ചാർട്ടൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അങ്ങോട്ട് ചെല്ലാനുള്ള വഴിയായത്. പ്രിയരേ പ്രിയരേ പ്രിയരേ, യേശു കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. പാപമോചനമെന്ന വീണ്ടെടുത്തു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമാകുന്ന നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ചൊക്കെ ഒന്ന് ധ്യാനിക്കണമെന്നേ. അഴിഞ്ഞു പോകുന്ന ഈ വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റെ നിർദോഷവും. എന്തെല്ലാം വിശേഷങ്ങളാ! അത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ എന്ന് പറഞ്ഞാൽ പ്രൈസ്ലെസ്, വില മതിക്കാനാവാത്ത, വില ഒരു കാരണവശാലും വില മതിക്കാനൊക്കാത്ത ആ വിലയേറിയ രക്തം കൊണ്ടത്രയും. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. He bought us with a price. 1 കൊരിന്ത്യർ 6:19-20 ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നു നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? വിലയ്ക്ക് വാങ്ങി. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. അടുത്ത ആഴ്ചയിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. കേട്ടതാകുന്ന ദൈവവചനം നമുക്ക് അനുഗ്രഹമായി വരട്ടെ. ഹല്ലേലൂയ. ഓരോ ദിവസവും പുത്തൻ പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമുക്കിടയാകട്ടെ.
യഹോവ നല്ലവനെന്ന് രുചിച്ചറിവേൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. കർത്താവ് അതിനായി നമുക്കിടയാക്കട്ടെ. കോംപ്രമൈസിൻ്റെ സന്ദർഭങ്ങൾ വരുമ്പോൾ, ലോകം, ജഡം, പിശാച്, അത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ആ അനുഭവങ്ങൾ വരുമ്പോൾ, യെരൂശലേം പുത്രിമാർ എൻ്റെ ചുറ്റും നിന്ന് രാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവരുവാൻ ശ്രമിക്കുമ്പം, സുന്ദരനാ മനോഹര, നിന്നെ പിരിഞ്ഞുള്ള ലോകയാത്ര എനിക്ക് വേണ്ട. ഐ നീഡ് യു. എനിക്ക് അങ്ങയുടെ സാമീപ്യം മതി, അവിടുത്തെ സാന്നിധ്യം മതി. അങ്ങയെ എനിക്ക് സേവിക്കണം. അവിടുന്ന് എനിക്ക് സകലവും. അവിടുത്തെ വീണ്ടെടുപ്പ് എത്ര വലുത്, എന്നെ എത്ര സ്നേഹിച്ചു, എന്നോട് എത്ര കരുണ തോന്നി. അതിനാൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്കതിനായിട്ട് താല്പര്യപ്പെടാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ രാജാവ് വരുന്നു, നമ്മുടെ കാന്തൻ വരുന്നു. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക.